ദൈവത്തിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാം കാണുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം പത്രോസ് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12, 13, 14 വാക്യങ്ങളാണ്. പരീക്ഷ സഹിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ കർത്താവിനോടുകൂടെ ചേർന്ന് ജീവിക്കാനായി കഴിയുകയുള്ളൂ. ഇവിടെ ആ 12-ാം വാക്യം പഠിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിങ്കൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്നു വച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. നോക്കുക, നമ്മൾ ദൈവമായിട്ടുള്ള നല്ല ബന്ധത്തിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കർത്താവിൻ്റെ വചനങ്ങളും ഒക്കെ പ്രസ്താവിച്ച് നല്ല മനോഹരമായി ഒന്നിനും കുറവില്ലാതെ നല്ല ശുശ്രൂഷകളൊക്കെ കിട്ടി അങ്ങനെ നമ്മൾ മുൻപോട്ട് പോകുന്ന വിശ്വാസ കുടുംബങ്ങളായാലും അതുപോലെ തന്നെ ഒരു ദൈവിക അഭിഷിക്തനായാലും ഞാനായാലും, എന്നെയും കൂടെ ചേർത്ത് പറയാൻ താല്പര്യപ്പെടും, ഞാനായാലോ, നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഒരു പരീക്ഷ, ഒരു അപൂർവ കാര്യം സംഭവിച്ചു എന്ന് വച്ച് നമ്മൾ അതിശയിച്ചു പോകരുത്. നമ്മൾ അത് കണ്ടിട്ട് തളർന്നു പോകരുത്. അഗ്നിശോധനയിൽ നമ്മൾ തളർന്നു പോകരുത് എന്നാണ് പൗലൂസ് പത്രോസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ പറയുന്നത് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിക്കുവിൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ ഉല്ലസിച്ചാനന്ദിപ്പാനിടവരും. അപ്പോൾ എത്രത്തോളം നമ്മൾ കഷ്ടത അനുഭവിക്കുന്നുവോ, എത്രത്തോളം ഒരു ദൈവ പൈതൽ അല്ലെങ്കിൽ ഒരു ദൈവിക വ്യക്തിത്വം, എത്രത്തോളം കർത്താവിനാൽ വിളിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ വേദന അനുഭവിക്കുന്നുവോ, അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു അപൂർവ കാര്യം സംഭവിച്ചു പോയി. ഒരു അഗ്നിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ അത് കണ്ട് നമ്മൾ അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിനോട് കൂടെ എത്രത്തോളം പരീക്ഷകൾ നമ്മൾ സഹിക്കുന്നുവോ അത്രത്തോളം അവിടെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. പ്രിയ ദൈവമക്കളെ, സന്തോഷിച്ചു കൊള്ളുവിൻ. ഹല്ലേലൂയ. എന്തിനു വേണ്ടി? അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ ഉല്ലസിച്ചാനന്ദിപ്പാനിടവരും. അപ്പോൾ ഈ ശോധന നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ഈ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പലപ്പോഴും പിശാചി നമ്മളോട് പറയും, ഇനി നിന്നെക്കൊണ്ടൊന്നിനും കഴിയത്തില്ല, ഇനി നിനക്ക് പാടുവാനും പ്രാർത്ഥിപ്പാനും ഒന്നിനും പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ ആ രോഗത്തിൻ്റെ നടുവിലായാലും ആ പ്രതിസന്ധിയുടെ നടുവിലായാലും അല്ലെങ്കിൽ ആ നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും നടുവിലായാലും അങ്ങനെ പറയപ്പെടുമ്പോൾ പറയുകയാണ്, ആ വരുന്ന ഭയാനകമായ അഗ്നിശോധനയിൽ, ആ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതായ ആ ശോധനയിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നു എന്ന് വച്ച് നിങ്ങൾ അതിശയിച്ചു പോകരുത്. കർത്താവിൻ്റെ മക്കളാണോ നിങ്ങൾ? കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്തോറും എത്രത്തോളം കർത്താവിൻ്റെ ആ കഷ്ടതയിൽ പങ്കുള്ളവരായി നമ്മൾ തീരുന്നുവോ അത്രത്തോളം ദൈവത്തിൻ്റെ സന്തോഷം നമുക്ക് ലഭിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. അങ്ങനെ ആയിരിക്കുന്ന ദൈവമക്കൾ, അങ്ങനെ ആയിരിക്കുന്ന ഒരു ദൈവഭൃത്യൻ, അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു എന്തോന്നാണെന്നറിയാമോ? ആ വചനം വളരെ ശ്രദ്ധേയമാണ്. ആമേൻ. പ്രിയ ദൈവമക്കളെ, ആ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി രേഖപ്പെടുത്തുന്നത്, അത് ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവെന്ന ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. അപ്പോൾ പ്രത്യാശ നമുക്ക് ലഭിക്കണമെങ്കിൽ, ആ ദൈവിക തേജസ് നമുക്ക് പ്രാപിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവിൽ നമുക്ക് പിന്നെയും കർത്താവിനെ മഹത്വപ്പെടുത്തണമെങ്കിൽ, ഇവിടെ പറയുന്നു, ഈ വരുന്ന പരീക്ഷകളും ഈ വരുന്ന അഗ്നിശോധനകളുമെല്ലാം ഒന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞതൊന്നും കൊണ്ട് നമ്മൾ ഭയപ്പെടാതെ ആ കർത്താവിന് വേണ്ടി പിന്നെയും നമ്മൾ ഓടേണ്ടത് അനിവാര്യമാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും കണ്ട് നിങ്ങൾ ഭയപ്പെടുക. എനിക്കും ഈ ആക്സിഡൻ്റൊക്കെ വന്നു, പ്രയാസങ്ങൾ വന്നു,
ഭാരങ്ങൾ വന്നു. പലരും പറഞ്ഞു ഇനി ശുശ്രൂഷ നടക്കത്തില്ല, ഇനി അങ്ങേര് പ്രസംഗിക്കത്തില്ല. ഇതൊക്കെ ലോകജാതികൾ പറഞ്ഞു. കൂടെ നിന്ന് ആത്മാവ് പ്രാപിച്ചവരും പറഞ്ഞു, സ്വജനങ്ങളും പറഞ്ഞു, പ്രിയപ്പെട്ടവരും പറഞ്ഞു. എല്ലാവരാലും നിന്ദയും പരിഹാസവും ഒക്കെ അനുഭവിപ്പാൻ ഇടയായ 1999 വിളിച്ചു വേർതിരിച്ച 2008 പ്രിയ ദൈവമക്കളെ, ഈ ഭയങ്കരമായ പ്രശ്നത്തിൻ്റെ നടുവിലാകുവാനിടയായി. എന്നാലും എല്ലാ മനുഷ്യരുടെയും മുന്നിൽ ദൈവം പിന്നെയും എന്നെ കരം പിടിച്ച് ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്ന് എനിക്ക് പറയുവാൻ തക്കവണ്ണം ഈ സമയം ഇടയായി തീർന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമുക്ക് വരുന്ന എല്ലാ പ്രതിസന്ധികൾ ഘട്ടങ്ങളിലും എല്ലാ പ്രശ്നങ്ങളുടെ നടുവിലുമൊക്കെയും നമ്മളൊന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നമ്മൾ നിന്ദയും പരിഹാസങ്ങൾ കഷ്ടതകൾ സഹിക്കേണ്ടി വന്നാൽ നമ്മൾ ഭാഗ്യമുള്ളവരാണ്. നമ്മൾ ദൈവത്തിൻ്റെ മുമ്പാകെ ഭാഗ്യമുള്ളവരാണ്. പണമുള്ളവർ ഭാഗ്യവാനെന്നല്ല, വലിയ വലിയ വീടുകളുള്ളവർ ഭാഗ്യമുള്ളവരെന്ന് അല്ല, 10 ലോറിയുള്ളവർ ഭാഗ്യമുള്ളവരെന്നല്ല, കോടിക്കണക്കിന് പണമുള്ളവർ ഭാഗ്യമുള്ളവരെന്നല്ല. ക്രിസ്തുവിന് വേണ്ടി കട്ട സഹിക്കുന്നത് ആരാണോ അവന് വേണ്ടി ഈ ലോകത്തിൽ അവന് ഒരുപാട് നേടി വച്ചിരിക്കുമ്പോൾ ആ നേടിയതൊന്നും അവനെ സ്വർഗരാജ്യത്തിലേക്ക് എത്തിക്കുകയില്ല. അവൻ്റെ ബംഗ്ലാവോ, അവൻ്റെ ബാങ്ക് ബാലൻസുകളോ, അവൻ്റെ സ്വന്തം വലിയ വീടുകളോ, ഇതൊന്നും അവനിവിടെ വച്ച് സുഖിക്കുമ്പോൾ ഇതൊന്നും കൊണ്ട് അവന് സ്വർഗരാജ്യത്തിലെത്താൻ കഴിയത്തില്ല. ബൈബിൾ പറയുന്നു, നഗ്നനായി വന്നു, നഗ്നനായി നമ്മൾ അവൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകണം. ഈ മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ക്രിസ്തുവിനെ നമ്മൾ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം. അവൻ്റെ ഈ ആത്മാവ് നമ്മളിൽ വസിക്കണം. ഹല്ലേലൂയ. അതാ ഇവിടെ പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് ആ വരുന്ന പരീക്ഷകളും പ്രയാസങ്ങളുമെല്ലാം സഹിപ്പാൻ ഈ ആത്മാവ് നമുക്ക് കൃപ തന്നിരിക്കുകയാണ്. അത് ഞാൻ വളരെയധികം അനുഭവിച്ച ഒരാളാണ്. ഈ പ്രതികൂലം വന്നു, ആമേൻ, കൈയെല്ലാം അരഞ്ഞ് ഒരവസ്ഥയിലേക്കായി തീരുവാനിടയായി. ആമേൻ, എല്ലാവരും ബോധം കെട്ടു വീഴുന്ന ഒരവസ്ഥ കാണാനിടയായി. എന്നാലും സ്വർഗത്തിലെ ദൈവം ഈ വേദന എന്തെന്ന് എന്നെ അറിയിക്കാതെ എൻ്റെ ദൈവം എൻ്റെ സർജറി എല്ലാം കഴിഞ്ഞ് ഭവനത്തിൽ വരുവാൻ തക്കവണ്ണം സ്വർഗം എന്നെ സഹായിച്ചു. നിന്ദകളും പരിഹാസങ്ങളും ഹല്ലേലൂയ, ദൈവഹിതമില്ലാത്ത ശാപവാക്കുകളൊക്കെ ഒന്നിനു പുറകെ എന്നെ വേട്ടയാടിയപ്പോഴും എനിക്കൊന്നറിയാം, എൻ്റെ ഈ കഷ്ടത, എൻ്റെ ഈ പരീക്ഷ പരാജയത്തിനല്ല, മറിച്ച് ദൈവനാമ മഹത്വത്തിൻ്റെ കീർത്തിക്കായി തന്നെ തീരും. ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ വലിയ വലിയ സ്തോത്രം വ്യക്തികളൊക്കെ ഈ ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനലിലെ ഈ സ്വർഗീയ സന്ദേശം കേട്ടിട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണെന്ന് പറവാൻ, അവിടെ വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവ് നിൽക്കുവാൻ, പ്രാർത്ഥിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. അതുകൊണ്ട് നമ്മൾ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന സമയത്ത് ഒരു പ്രയാസമോ ഭാരമോ പ്രതികൂലങ്ങളോ വന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും ആ അഗ്നിശോധന കണ്ടിട്ട് നമ്മൾ പിന്മാറിപ്പോകരുത്, നമ്മൾ തളർന്നു പോകരുത്. ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിങ്ങൾ കഷ്ട സഹിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പേര് സ്വർഗത്തിൽ ഏറ്റവും ഒന്നാമതായിരിക്കും. ഹല്ലേലൂയ. ആ കർത്താവ് നമുക്ക് വേണ്ടി കഷ്ട സഹിച്ച അനുഭവങ്ങളാണ് ഈ കഴിഞ്ഞ നാളുകളിൽ നടന്നതായ സ്തോത്രം, പെസഹവേഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ. ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഈ 3 ദിവസങ്ങളുടെയും പ്രാധാന്യം ഒറ്റ വാക്കിൽ ഞാൻ പറയാം, നമുക്ക് നമ്മുടെ ജീവരക്ഷയ്ക്ക് വേണ്ടിയാണ്. നമ്മളെല്ലാവരും നിത്യതയെ കരസ്ഥമാക്കാൻ വേണ്ടിയാണ് അവൻ സകലത്തെയും ചുമന്ന് ഗോൽഗത്തായിൽ കുരിശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത്. അതുകൊണ്ട് ഈ അന്ത്യകാലഘട്ടത്തിൽ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ആ കർത്താവിന് വേണ്ടി ഭാരം വരുമ്പോൾ, പ്രയാസങ്ങൾ അതിശയിച്ചു പോകരുത്, തളർന്നു പോകരുത്, പിന്മാറിപ്പോകരുത്. കഷ്ടം സഹിക്കും തോറും സന്തോഷിപ്പാനിടയായി തീരും. മാത്രമല്ല അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാൻമനിപ്പാനിട ആയിത്തീരും. ആ തേജസ്സിൽ അവൻ്റെ ആ മുഖം കാണുവാൻ, തേജസ്സിൽ അവനോടൊപ്പമായിരിക്കാൻ ഇടയായിത്തീരൻ പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. ആ തേജസ്സിൽ അവൻ്റെ പൊന്മുഖം കാണുവാൻ ഈ ദൈവവചനം നിങ്ങൾക്കിടയാക്കി തരട്ടെ. അതുകൊണ്ട് ഏത് ഭാരമോ പ്രയാസങ്ങളോ വന്നാൽ
അതെല്ലാ ശോധനകളെയും നമ്മൾ ഏറ്റെടുത്ത് അതിനെല്ലാം സഹിച്ചുകൊണ്ട് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് താൻ വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ആ സ്വർഗീയ രാജ്യത്തിലെത്തുവാൻ, ആ കിരീടത്തിൻ്റെ അവകാശികളായി തീരുവാൻ നമ്മളെല്ലാവരും ഈ ദിവസങ്ങളിൽ വരുന്ന പരീക്ഷകളും നിന്ദകളും പരിഹാസങ്ങളും ഒന്നും വകവയ്ക്കാതെ അതെല്ലാം ചപ്പും ചവറും വിടക്കെന്ന് വലിച്ചെറിഞ്ഞ് സർവകൃപാലുവായ ദൈവമായിട്ടുള്ള ആ നല്ല ബന്ധത്തിൽ ക്രിസ്തുവിന് വേണ്ടി കഷ്ട സഹിക്കുന്നവരായി ദൈവത്തിനു വേണ്ടി നമ്മളെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് കണ്ട പ്രാണനാഥന് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിച്ച് നിത്യതയെ കരസ്ഥമാക്കുവാൻ വരുന്ന പരീക്ഷകളെ എല്ലാം തരണം ചെയ്ത് നിൽപ്പാൻ നിങ്ങളെല്ലാവരെയും ദൈവാത്മാവ് സഹായിക്കട്ടെ. അതിനായിട്ട് കൃപ ചെയ്യട്ടെ. ഗോഡ് ബ്ലസ് യു.